നമസ്കാരം. കേരളത്തെ നടുക്കിയ ഭാസ്കര കാരണവർ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷിറിൻ ജയിൽ മോചിതയാകാൻ പോകുന്നുവെന്ന വാർത്ത ഏറെ ഞെട്ടലോടെയായിരുന്നു കേരളം കേട്ടത്. 14 വർഷം തടവ് ശിക്ഷ പൂർത്തീകരിച്ചെന്നും സ്ത്രീ എന്ന പരിഗണന നൽകണമെന്നും തൻ്റെ കുട്ടി പുറത്തുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഷിറിൻ സമർപ്പിച്ച അപേക്ഷയിലാണ് മന്ത്രിസഭാ യോഗം അനുകൂല തീരുമാനം അന്നെടുത്തത്. CPMലെ ഉന്നതരുടെ സ്വാധീനം ഈ നടപടിയിൽ ഉണ്ടെന്നും ഷിറിന് പരോൾ അനുവദിക്കുന്നതിൽ സർക്കാർ ഒരു കുറവും വരുത്തിയിട്ടില്ലെന്നും ആരോപണം ഉയർന്നിരുന്നു. നല്ല നടപ്പുകാരിയെന്ന് ഇപ്പോൾ ജയിൽ വകുപ്പ് അംഗീകരിക്കുന്ന ഷിറിനെ മുൻപ് 2 ജയിലുകളിൽ നിന്ന് മാറ്റിയത് ജീവനക്കാരുടെയും സഹതടവുകാരുടെയും പരാതിയെ തുടർന്നാണ്. 2010 ജൂൺ 11 മാവേലിക്കര അതിവേഗ കോടതിയാണ് ഷിറിനെ ശിക്ഷിക്കുന്നത്. തുടർന്ന് ഷിറിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവിടെ നിന്ന് നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്കും പിന്നീട് വെയ്യൂർ സെൻട്രൽ ജയിലിലേക്കും 2017 മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്കും മാറ്റി. നെയ്യാറ്റിൻകര ജയിലിൽ അനധികൃതമായി മൊബൈൽ കൈവശം വച്ചതിന് ഷിറിൻ അച്ചടക്ക നടപടി നേരിട്ടിരുന്നു. ഇതിനു പുറമെയാണ് സഹതടവുകാരെ മർദ്ദിച്ചുവെന്ന പരാതികളും. ഇതെല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കിയായിരുന്നു ഷിറിനെ ജയിൽ വകുപ്പ് നല്ല പിള്ളയാക്കി മാറ്റിയത്. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ റിമാൻഡ് കാലാവധിയും ശിക്ഷാ കാലാവധിയായി കണക്കാക്കും. അതനുസരിച്ച് 2009 നവംബറിൽ റിമാൻഡിലായ ഷിറിൻ 2023 നവംബറിൽ 14 വർഷം തികച്ചു. പിന്നീട് ആദ്യം ചേർന്ന ജയിൽ ഉപദേശക സമിതിയിലാണ് ഷിറിൻ്റെ അപേക്ഷ പരിഗണിച്ചത്. 14 വർഷം ജയിലിൽ കഴിഞ്ഞ ജീവപര്യന്തം തടവുകാരുടെ എല്ലാം മോചനാപേക്ഷ ജയിൽ ഉപദേശക സമിതിക്ക് മുൻപിൽ വരാറുണ്ട് എങ്കിലും ആദ്യ അപേക്ഷ അംഗീകരിക്കുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണ്. 6 മാസത്തിന് ശേഷം ചേരുന്ന അടുത്ത യോഗത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഷിറിൻ്റെ കാര്യത്തിൽ ആദ്യ യോഗത്തിൽ തന്നെ ആവശ്യത്തിന് അംഗീകാരം നൽകുകയാണ് ഉണ്ടായത്. എന്നാൽ തടവ് പുള്ളികൾക്ക് ശിക്ഷാ ഇളവ് മന്ത്രിസഭയുടെ ശുപാർശ മാത്രം അടിസ്ഥാനമാക്കി നൽകുന്നതിനോട് വിയോജിച്ച് രാജ്ഭവൻ രംഗത്തു വന്നതോടെ ഷിറിൻ്റെ മോചനം നടക്കില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. ഷിറിൻ ഉൾപ്പെടെ 5 തടവ് പുള്ളികളുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച മന്ത്രിസഭാ ശുപാർശ തിരിച്ചയച്ചിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കുന്നതിന് 12 മാർഗരേഖ രാജ്ഭവൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഷിറിൻ്റെ മോചന ഫയലും ഇതിൽ ഉൾപ്പെടും. ഇതോടെ രാജ്ഭവൻ നിർദ്ദേശിച്ച മാതൃകയിൽ ഇവരുടെ ശുപാർശ വീണ്ടും സർക്കാർ നൽകേണ്ടി വരും. ശിക്ഷാ ഇളവ് നൽകേണ്ട പ്രതി ചെയ്ത കുറ്റം, ലഭിച്ച ശിക്ഷാ കാലയളവിൽ എത്ര വട്ടം പരോൾ ലഭിച്ചുവെന്നതിൻ്റെ വിശദാംശങ്ങൾ, ജയിലിലെ പെരുമാറ്റവും മറ്റും പരിശോധിച്ച് ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട്, മോചനം ലഭിച്ച് പ്രതി പുറത്തിറങ്ങിയാൽ വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത പരിശോധിക്കുന്ന സാമൂഹിക ആഘാത റിപ്പോർട്ട് എന്നിവയൊക്കെ ചാർട്ടായി നൽകണം. ചുരുക്കത്തിൽ ഷിറിൻ്റെ മോചനം നീളുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.